സംരക്ഷണം പ്രിയപ്പെട്ട രാജീവ് മാഷ്, പ്രേമേട്ടൻ, ചന്ദ്രപ്രകാശ്, ഏറ്റവും പ്രിയപ്പെട്ട ആത്മാർത്ഥങ്ങളെ, ഗവൺമെൻറ് സാധാരണ പ്രണാമങ്ങൾ. ഇന്ന് പൗർണമിയാണ്. പൗർണമി സംസ്ഥാനത്തിൽ ഗുരുവിനോടൊപ്പം ഇങ്ങനെ ചേർന്നിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അത് ഇവിടെ സംസാരിക്കുന്നവരും കേൾക്കുന്നവരും രണ്ടും എല്ലാം നമ്മൾ ഗുരുവിനോടൊപ്പമാണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ ചില നിയോഗമായി ചില കാര്യങ്ങൾ ചിലപ്പോൾ ഗുരുവിനെ പറയുകയാണ്. ഇവിടെ പൗർണമിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സംസാരിച്ചു. യഥാർത്ഥത്തിൽ നമ്മുടെ ആശ്രമത്തെ കുറിച്ച് കുറച്ച് പുതിയ ആളുകൾ, പുതിയതെന്നല്ല, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ആശ്രമം എന്ന് പറയുമ്പോൾ ശരിക്കും മറ്റു ആശ്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായ കാര്യം ഗുരു പറഞ്ഞത്, ഗുരു പറഞ്ഞു വിപത്തി കർമ്മഗതി പോലെ വരും ജഗത്തിൽ നിന്നാണ്. ഈ ഭൂമിയിൽ മനുഷ്യൻ ജനിക്കുന്നത് ഒരു കർമ്മഗതിയായിട്ടാണ്. ഇപ്പൊ ജന്മം കൊണ്ട് തന്നെ ഒരു കർമ്മഗതിയായിട്ടാണ് ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. അപ്പൊ ആ ജന്മം കൊണ്ട് വന്നുപോയ ആ കുറവുകളെ കർമ്മം കൊണ്ട് നിവർത്തിച്ചെടുക്കുന്ന ഒരു ആത്മധർമ്മമാണ് ഗുരു ശാരീരിക ആസനത്തിലൂടെ ഗുരു നമുക്ക് പകർന്നത്. അപ്പൊ അതിനേറ്റവും സവിശേഷമായ ഒരു ദിവസമാണ് പൗർണമി എന്ന് പറയുന്നത്. ഗുരു പറയുന്നത് നമ്മളുടെ ജന്മം കൊണ്ട് നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഒരുപാട് അപജയങ്ങളുണ്ട്. അപ്പൊ അത് ഗുരു ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ ദുഃഖത്തിന്റെ അടിസ്ഥാനപരമായ കാരണം എടുക്കാൻ കഴിയാത്ത പാരമ്പര്യത്തിന്റെ ചുമടുമായി ജനിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അത് നമുക്ക് കാണാൻ കഴിയാത്തതുകൊണ്ടാണ്. നമ്മളൊക്കെ ജനിച്ചു വീഴുമ്പോൾ നമ്മൾ ഇന്നിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലതും ചീത്തതുമായ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അത് ഒരാവർത്തനമാണ്. കാരണം നമ്മുടെ പൂർവ്വജന്മാർജിതമായ കർമ്മങ്ങളിലെ ഒരു ആവർത്തനമാണ്. അപ്പൊ ഈ ആവർത്തനത്തെ അല്ലെങ്കിൽ ഈ ആവർത്തിച്ചു വരുന്ന കർമ്മത്തെ നിവർത്തിച്ചെടുക്കുക എന്നതാണ് യഥാർത്ഥ ഗുരു ചെയ്യുന്ന കാര്യം. അപ്പൊ നമ്മൾ ഓരോ ഞാൻ പണ്ട് കൊല്ലത്തെ ഒരു സത്സംഗത്തിൽ, കൊല്ലം ജില്ലയിൽ ഇതുപോലെ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒരു സത്സംഗം നടത്തുകയുണ്ടായി. അപ്പോൾ അതൊരു കുറെ വിശ്വാസികളെ അല്ല സത്സംഗം, ഏതോ ഒരു ഫംഗ്ഷനനുബന്ധിച്ച് പുറത്തുള്ള കുറെ ആളുകളെ വിളിച്ചിട്ടുള്ള ഒരു സത്സംഗമായിരുന്നു. മിക്കവാറും എല്ലാം വെളിയിൽ വിശ്വാസമല്ലാത്തവരായിരുന്നു. അപ്പൊ ഞാനൊരു കാര്യം ഇങ്ങനെ ഒരാൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ്, അദ്ദേഹം നിർമ്മേനയാണ്. അപ്പൊ അദ്ദേഹത്തെ സ്വാമി എന്നാണ് വിളിച്ചത്. എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനും എൻ്റെ കുടുംബവും ഒരാളെ ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റായ പ്രവൃത്തികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ടും എനിക്ക് ദുഃഖങ്ങൾ മാത്രമാണ് വരുന്നത്. നമ്മളെന്താ മറുപടി പറയാം? അദ്ദേഹത്തിന് 5 മക്കളാണ്. അതിൽ 3 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. അപ്പൊ അതിൽ 3 ആൺകുട്ടികൾക്ക് എന്താ പറയാ അംഗവൈകല്യമാണ്, അവർക്ക് നടക്കാനൊന്നും പറ്റില്ല. 2 പെൺകുട്ടിയുണ്ട്, അവർക്ക് മാനസിക രോഗമാണ്. ആലോചിച്ചു, അച്ഛൻ്റെ ഒരു ഗതികേടെന്ന് ആലോചിച്ചു. അദ്ദേഹം കരഞ്ഞു പറയും, അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, ഈ ജന്മത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കുട്ടികൾ വന്ന് ജീവിച്ചു? ഒരു വളരെ പ്രസക്തമായ ചോദ്യം.
അപ്പോൾ അവിടെ ഗുരു പറഞ്ഞത്, ഗുരുവിൻ്റെ ഒരു ഗുരുവാണിയാണ് ഞാൻ അവിടെ സംസാരിച്ചത്. അപ്പോൾ ഗുരു അതിങ്ങനെയാണ് പറയുന്നത്, നമുക്ക് സ്വയം ഒരു ദോഷം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ആരും തന്നെ ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് നമുക്ക് ഇത്രയധികം ദോഷങ്ങൾ എങ്ങനെ ഉണ്ടായി? അല്ലേ? ശരിയല്ലേ? അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? നമുക്കൊരു ദോഷം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്നിട്ട് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അപ്പൊ അതാണ് ശാന്തിഗിരി ആശ്രമം എന്ന് പറയുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് മറ്റു ആശ്രമം വ്യത്യസ്തമാക്കുന്ന ഒരു കർമ്മമാണ്. അവിടെയാണ് ഗുരു പറയുന്നത്, ഈ ഉൽപ്പത്തി കർമ്മഗതി പോലെ വരും ജഗത്തിൽ, ഈ ഭൂമിയിൽ ആ ഒരു കർമ്മശേഷിത്തെ നമുക്ക് കാണാൻ പറ്റും. ഒരു ജീവൻ ഉത്ഭവിച്ച് വരുമ്പോൾ ആ കർമ്മഗതിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് വേറൊരു കാര്യം പറഞ്ഞു. നമുക്ക് കാണാം ചില ആളുകൾ ഇവിടെ വളരെ നീചമായ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആളുകളില്ലേ, അവരൊക്കെ ഒരു കുഴപ്പം അങ്ങനെ നമ്മൾ കാണാറില്ലേ? ചില സമൂഹത്തിൽ കാണാറില്ലേ? ഇല്ലേ? നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളെ വീട്ടിൽ എപ്പോഴും, അത് ഞാനീ പറയുന്നത് നമ്മുടെ ലോകത്തിന്റെ മൊത്തത്തിലാണ് പറയുന്നത്. ഓരോ വീടുകളും നമ്മൾ കയറി ചെല്ലുമ്പോൾ, ഞങ്ങളൊക്കെ എത്രയോ വീടുകളിലൊക്കെ കയറി ഇറങ്ങുമ്പോൾ പുറത്തൊക്കെ തന്നെ പല രീതിയിൽ നമ്മൾ അറിയുന്നതാണ്. എന്തെല്ലാം തരത്തിലുള്ള വിഷമതകളാണ് ഓരോ കുടുംബത്തിലും. അപ്പൊ ഈ കുടുംബത്തിന്റെ നേരത്തെ അതിനൊരു കാരണമുണ്ട്. കാരണമില്ലാതെ ഉയരാ കാര്യം. അപ്പൊ ഇതെന്തുകൊണ്ട്? അതുപോലെ നമ്മുടെ പരമ്പരയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും പല രീതിയിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കാണാറുണ്ട് പല. അപ്പൊ എന്നോട് ഒരു അമ്മ ചോദിച്ചതാണ്, സ്വാമി ഭയങ്കര വിഷമങ്ങളാണല്ലോ എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ മറുപടി എന്താണെന്നറിയാം, നമ്മൾ ഈ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ ഒരു കാരണം നമ്മുടെ പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മം ഉണ്ട്. അത് ഗുരു പറഞ്ഞു. എന്താണ്? ആ പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മത്തെ നമ്മുടെ ഈ ഒരു ജന്മത്തിലല്ല, നമ്മുടെ പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഷാൽ കാണാൻ പറ്റും, ഗുരുവിന് കാണാൻ പറ്റും. ഇന്ന് നമ്മൾ നല്ല ഭക്തന്മാരല്ലേ, വെള്ളത്തിലേക്ക് ഭയങ്കര നേരത്തെ പറഞ്ഞില്ല, ഭയങ്കര രീതിയിൽ നല്ല ജീവിച്ചുകൊണ്ട് ദുഃഖം വരാനുള്ള കാരണം എന്താ? നമ്മുടെ മുൻ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ആ ഒരു പിക്ചർ ചെയ്ത സിനിമയായിട്ട് നമ്മളൊന്ന് കാണുകയാണെങ്കിൽ നമ്മൾ ഇത്രയും അനുഭവിച്ചാൽ പോരാൻ തോന്നും. മനസ്സിലായി? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നു. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ചിലപ്പോൾ സുഖമായിരിക്കും, ചില ആളുകൾ ഉയർന്നു പോകുന്നുണ്ടാവും, ചില ആൾക്കാർ വിഷമിക്കുന്നത്. ഈ വിഷമത്തിൻ്റെയും ആ സന്തോഷത്തിൻ്റെയും സുഖത്തിൻ്റെയും ഇരിപ്പിടം എവിടെയായിരിക്കുന്നത്? നമ്മളിലാണ്, അല്ലേ? വേറെ ആരുമില്ല, നമ്മൾ തന്നെയാണ് നമ്മുടെ ദുഃഖത്തിന്റെ കാരണം. അല്ല അപ്പുറത്തെ വീട്ടിലാളല്ലെങ്കിൽ അങ്ങനെ ആരുമില്ല. നമുക്കത് കാണാൻ കഴിയാത്തതുകൊണ്ടാണ്. നമ്മുടെ ജന്മാന്തരങ്ങളെ കാണാൻ കഴിയുന്ന ആളുകളുണ്ട്, എല്ലാവർക്കും അത് കഴിയില്ല. അപ്പൊ നമ്മളത് കാണാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേദനയും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും യഥാർത്ഥത്തിൽ എന്താണ്? അത് നമ്മളെ കൊണ്ട് അനുഭവിപ്പിച്ച് അതിനെ ആവർത്തിച്ച് ഗുരു നിവർത്തിക്കുകയാണ്. അവിടെയാണ് ഗുരുവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ അവസാനം അതിന്റെ കൺക്ലൂഡ് ഞാനത് പറയാം. ഞാൻ പറഞ്ഞത് എന്താണ് ഈ ഒരു നമുക്ക് ഉണ്ടാകുന്ന വിഷമം, ഈ ജീവൻ നമ്മൾ ഇരിക്കുന്ന ഈ കർമ്മഗതികളെ നിവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ എവിടെ നിന്നാണോ വന്നത്, നമ്മളൊക്കെ എവിടുന്നാ വന്നത്? നമ്മൾ വെറുതെ പൊട്ടിമുളിച്ച് വന്നതല്ല. 27 നക്ഷത്രം, 12 രാശികൾ, 9 ഗ്രഹം എന്ന് പറയുന്ന ഈ സൗരയൂഥത്തിന്റെ കണക്കിൽ നമ്മളുടെ എവിടെ നിന്നാണോ വന്നത്, നമ്മൾ ഈ ഇരിക്കുന്ന അതാണ് ഞാൻ പറഞ്ഞത്, ശാന്തിഗിരി ആശ്രമം മറ്റാണ് വ്യത്യാസം എന്താണ്? നമ്മളുടെ ഈ ഭൗതികമായ ഈ അവസ്ഥയ്ക്ക് നമ്മൾ എന്ത് ചെയ്താലും ഒരു മാറ്റം നമുക്കുണ്ടാവില്ല. പക്ഷെ എവിടെയാണ് ചെയ്യേണ്ടത്? എവിടെയാ? നമ്മുടെ ജീവൻ എവിടെ നിന്നാണോ വന്നത്, കേട്ടില്ലേ? നമ്മുടെ ജീവൻ എവിടെ നിന്നാണോ വന്നത്
അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. എന്താണ്? അതാണ് ഈ ജീവൻ ജനിക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നു. നചികേതസ് എന്ന് പറയുന്ന ബ്രാഹ്മണ ബാലൻ തൻ്റെ പിതാവിൻ്റെ ആ ഒരു, അതിലേക്ക് ഒരുപാട് പോകുന്നില്ല, ആ ഒരു ശാപം തിരിച്ചെടുക്കുന്നതിനായി പിതാവിനെ ശാപമേറ്റപ്പോൾ ആ ശാപത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി കഠോപനിഷത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ യമധർമ്മൻ്റെ അടുത്ത് പോയപ്പോൾ യമധർമ്മനോട് 3 വരം കൊടുക്കും. അത് 2 വരം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പാപം കൊള്ളും. 3ാമത്തെ വരം അദ്ദേഹം ഈ നദികൾ ചോദിക്കുന്നത്, ഈ ജീവൻ ജനിക്കുന്നതിന് മുമ്പ് എവിടെയാണ്, മരിച്ചതിന് ശേഷം എങ്ങോട്ട് പോകും എന്നാണ് ചോദിക്കുന്നത്. അതാണ് ജനികളുടെ രഹസ്യം. അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അദ്ദേഹം പറയുന്നത്. ഒരുപാട് ഈ ചോദ്യത്തിൽ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും ഇന്നുവരെ എങ്ങനെ ആരും ചോദിച്ചിട്ടില്ല. അവസാനം പറഞ്ഞത്, ഈ ജന്മത രഹസ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആത്മജ്ഞാനിയായ ഒരു ഗുരുമുഖത്ത് നിന്ന് കിട്ടുന്ന ഗുരു അത്രസിദ്ധം ബ്രഹ്മാവെന്ന് പറയുന്ന ആ ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഗുരുവിൻ്റെ വായിൽ ബ്രഹ്മമിരിക്കുന്ന ആ പരമാത്മാവായി നിൽക്കുന്ന എല്ലാത്തിൻ്റെയും അധികാരപ്പെട്ട് നിൽക്കുന്ന ആ ഗുരുഗീതയിൽ പരമശിവൻ പറയുന്ന ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ എന്നാണ്. ശിവൻ പോലും നമിക്കുന്ന ആ പരമസ്വരൂപനായിരിക്കുന്ന പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ആ അങ്ങനെ ഒരു പൂർണ്ണനായ ഗുരുവിൻ്റെ നീ നമസ്കരിച്ച് ഈ നിന്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നിന്റെ ജീവനിൽ ഗുരുവിൻ്റെ ആത്മപ്രകാശം കൊണ്ട് നിനക്ക് കാണുന്ന ദർശന അനുഭവമാണെന്ത് ഈ അതാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അതാണെന്ത് ഈ ജീവൻ എവിടെയാണ്. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താ പറഞ്ഞത്, നീ എന്തിനെ ആരാധിക്കും, നിന്റെ ജീവൻ അതിൻ്റെ കീഴിൽ പോയി നിൽക്കും. നീ പിതൃവിനെ ആരാധിച്ച് അതിൻ്റെ കീഴിലും ദേവനെ ആരാധിച്ച് ദേവന്റെ കീഴിലും അങ്ങനെ എന്തിനെല്ലാം മൂർത്തികൾ എന്തെല്ലാം ആരാധിക്കും അതിൻ്റെ കീഴിൽ പോയി നിൽക്കും. അതുപോലെ നമ്മുടെ ജീവനും എവിടെയാണ് പോയി നിൽക്കുന്നത്, നമ്മുടെ വന്നിരിക്കുന്നത് നമ്മുടെ ആ പിതൃ പാരമ്പര്യത്തിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ പിതൃ എന്ന് പറയുന്ന ഈ ജീവൻ നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, പാരമ്പര്യത്തിന്റെ എടുക്കാവായി ചുമടുന്ന പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയും അതിന്റെ പുറകിലേക്ക് എത്രയോ നമ്മുടെ അച്ഛനമ്മമാരുണ്ട്. അവരൊക്കെ ജനിച്ചും മരിച്ചും വന്ന കർമ്മഗതിയിൽ നമ്മുടെ പിതൃ ആ രാശിയും നീചരാശിയിൽ നിൽക്കുകയാണ്. അപ്പൊ ആ രാശിയിൽ നിൽക്കുന്ന ആ പിതൃവിനെ ശുദ്ധമാക്കണമെങ്കിൽ, ആ പിതൃവിനെ ആ പ്രകാശം കൊണ്ട് ആ പിതൃവിനെ ശുദ്ധമാക്കണമെങ്കിൽ എന്ത് വേണം? ഈ പിതൃശുദ്ധിയും ദേവശുദ്ധിയും ചെയ്യാൻ അധികാരപ്പെട്ട ഒരു ഗുരുവിനെ നമുക്ക് കിട്ടണം. ഈ പൗർണമി എന്ന് പറയുന്ന ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ശരിക്കും ഗുരു പറഞ്ഞ എന്തിനു വേണ്ടി ഈ പൗർണമി? പിതൃക്കൾക്ക് വേണ്ടിയാണ്. മനസ്സിലായി? നമ്മുടെ കുടുംബത്തിൽ ജനിച്ചു മരിച്ചു പോയ പിതൃക്കളെ ശുദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥം സംഭവിക്കുന്നത് എന്താണ്? നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പൂവിടുമ്പോൾ, നമ്മളിവിടെ സത്സംഗത്തിൽ പങ്കെടുക്കുമ്പോൾ, നമ്മളിവിടെ രാത്രി ദീപം എടുക്കുമ്പോൾ, നമ്മൾ ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞ 7 ദിവസം വ്രതം എടുക്കുമ്പോൾ, ചിലപ്പോൾ 3 ദിവസം എടുക്കുന്ന ആളുകളുണ്ട്. പല രീതിയിലാണ് നമ്മൾ. ചില ദിവസം വ്രതം എടുക്കാത്തവരുണ്ട്, ചില ഒരു പൗർണമിക്ക് അന്ന് മാത്രം എടുക്കുന്ന, അങ്ങനെ പല രീതിയിലാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ആ വ്രതം നമ്മൾ എടുക്കുന്ന സമയത്ത് യഥാർത്ഥം സംഭവിക്കുന്നത് എന്താണ്? നമ്മളെ എന്ന വ്യക്തിയിലല്ല മാറ്റമുണ്ട്. അങ്ങനെ എവിടെയാ മാറ്റം വരുന്നത്? നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജീവന്റെ ആ പാരമ്പര്യം എവിടെയാണോ നിൽക്കുന്നത് അവിടെയാണ് അവിടേക്കാണ് ഗുരുവിന്റെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ സങ്കല്പത്തിലൂടെ ഈ പ്രകാശം ഈ അന്തരീക്ഷത്തോടെ സഞ്ചരിച്ച് നമ്മുടെ പിതൃക്കളെയാണ് ശുദ്ധമാക്കുന്നത്. അവിടെയാണ് ശുദ്ധി വരുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, അങ്ങനെ ഒരു വ്രതം നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് അനുഭവം ഉണ്ടാകും. നമ്മൾ പിതൃക്കളെ പിതൃക്കളെ കണ്ടു പറയും. എന്തുകൊണ്ടാണ്? അത് കാണാനുള്ള യോഗ്യതയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഈ പൗർണമി വ്രതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ധർമ്മം എന്താണ്? ഈ ജീവൻ ജന്മാന്തരങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ കർമ്മഗതിയായിട്ട് വന്ന് ജനിച്ച ജീവനെ, ആ ജീവന്റെ ഒരു പിതൃ നിന്നാണ് നമ്മൾ വന്ന് ജനിക്കുന്നത്, പിതൃരാശിയിൽ നിന്നാണ്.
അപ്പൊ ആ രാശിയിലുള്ള ദോഷത്തെയാണ് ഗുരു എന്ത് ചെയ്യുന്നത്, നമ്മുടെ കർമ്മം കൊണ്ട് മാറ്റിയെടുക്കുന്നത്. അതാണ് എന്ത് ശാന്തിഗിരിയിലെ ഗുരുപൂജ എന്ന് പറയുന്നത്. ഇപ്പൊ ഗുരുപൂജ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ്, നമ്മളെല്ലാവരും കൂടി ചെന്ന് ഗുരുവിനോട് അനുവാദം വാങ്ങി ചെയ്യുന്ന ഒരു ഗുരുപൂജ ഉണ്ട്. പക്ഷെ അതിലെ ഗുരു പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല. ശിഷ്യന്റെ ആ ഒരിക്കൽ ഒരാൾ ചെന്ന് ഗുരുവിനോട് ചെന്ന് ചോദിച്ചു, ഗുരു അപ്പൊ ഗുരു പറഞ്ഞു നിന്റെ ഗുരുപൂജയൊക്കെ കഴിഞ്ഞു. കാരണം എന്താ പറയുക, പുള്ളി രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. മനസ്സിലായോ? 3 ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പുള്ളി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന കൊണ്ട് പുള്ളിയുടെ പിതൃക്കളെല്ലാം ശുദ്ധമായി മാറും. നമ്മളെത്ര മണിക്ക് എണീക്കും? നമ്മുടെ പിതൃക്കൾ അവിടെ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പൊ പ്രേമാട്ടം പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സന്യാസി ഗുരു വരുന്ന സമയത്ത് സ്വീകരിക്കാൻ പറ്റും. നമുക്കറിയില്ല, നമുക്കാവുന്ന അറിവില്ല. അപ്പൊ ആ പിതൃക്കൾ എന്ന് പറയുന്ന അവരിങ്ങനെ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ ആ ഒരു പ്രാർത്ഥന ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ പിതൃക്കൾ നമ്മളെ തന്നെ ശപിക്കേണ്ട അവസ്ഥ വരും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആ പ്രാർത്ഥന കൊണ്ട് എന്ത് സംഭവിക്കുന്നു, ആ വ്യക്തിയുടെ കുടുംബത്തിന്റെ പിതൃശുദ്ധി അവിടെ ഗുരു ചെയ്തു കൊടുക്കും. അപ്പൊ നമ്മുടെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്, ഇത് ഈ അന്തരീക്ഷത്തോട് സഞ്ചരിച്ച് ആ പിതൃവിന്റെ ആ കുടുംബത്തിന്റെ നീചമായ പ്രകാശത്തെ എല്ലാം മാറ്റി അവിടെ ഗുരുവിന്റെ പ്രകാശം കൊണ്ട് അവരെ വലയം ചെയ്യുകയാണ്. അപ്പൊ ആ പിതൃക്കളൊക്കെ ശുദ്ധമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഈ ദുഃഖത്തിന്റെ കാരണത്തെ നമ്മൾ കണ്ടെത്തി നമ്മുടെ ജീവിതത്തിൽ അതിന് നിവർത്തിച്ചെടുക്കുന്ന ഒരു മാർഗമാണ് എന്ത്, ശാന്തിഗിരിയിലെ ഗുരുമാർഗം. അവിടെ എന്തില്ല, അവിടെ സിദ്ധിചാരങ്ങളോ മന്ത്രതന്ത്രാദികളോ ഒന്നുമില്ല. ശിഷ്യന്റെ ആത്മസമർപ്പണം കൊണ്ട് അവന്റെ ജീവന്റെ ആ 1973 ബ്രഹ്മത്തിൽ നിന്ന് നമുക്ക് അറിയിപ്പ് കിട്ടി, യുഗാന്തരങ്ങളായി ഞാൻ ആഗ്രഹിച്ച കാര്യം ഇന്ന് പൂർത്തിയായി. എന്നിട്ട് ഗുരുവിന്റെ ആത്മപൂർത്തീകരണം എന്നാണ് അതിനെ പറഞ്ഞത്. എന്നിട്ട് 2 കാര്യങ്ങളാണ് ആ ബ്രഹ്മത്തെ അറിയിച്ചത്. എന്താണ്? ഒന്ന്, ഈ ഗുരുവിന്റെ ആത്മപ്രകാശം കൊണ്ട് തൻ്റെ ശിഷ്യന്റെ ആ കുറവിനെ അല്ലെങ്കിൽ അവന്റെ ജീവന്റെ ആ കർമ്മഗതിയെ നിവർത്തിച്ചെടുക്കാൻ. 2, എന്താണ്? അവന്റെ പിതൃക്കളെയും അവന്റെ ആരാധനാമൂർത്തിയെയും ശുദ്ധി ചെയ്യാനുള്ള ഒരു അവകാശം. മനസ്സിലായില്ലേ? അത് അന്നാണ് ദൈവം കൊടുത്തത്. 2 കാര്യങ്ങളാണ് ദൈവം ഗുരുവിന് കൊടുത്തത്. എന്താണ്? ഒന്ന്, തൻ്റെ ശിഷ്യന്റെ ആത്മീയമായ വളരെ തടസ്സമായി നിൽക്കുന്ന അവന്റെ ആത്മസമർപ്പണത്തിന്റെ ആ ഭാഗമായിട്ട് അവന്റെ ജീവനിലുള്ള കർമ്മത്തെ ശുദ്ധമാക്കാൻ. 2, എന്താ? ആ കർമ്മം എവിടുന്നാണോ വന്നത് അവിടെ പോയി അതിനെ ശുദ്ധമാക്കാനുള്ള ഒരു കർമ്മമാണ് ദൈവം ഈ പരമ്പരയ്ക്ക് തന്നത്. അതാണ് ഈ പരമ്പരയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ആ പരമ്പരയിൽ ആ ഒരു ഗുരുവിന്റെ ആ ഒരു കാരുണ്യത്താൽ ആ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞത്, അമ്മ, നമ്മുടെ ജീവൻ ഇങ്ങനെ ഓരോ ജന്മാന്തരങ്ങളിലൂടെ തന്ന് നമ്മളെ വേദനിച്ച് കടന്നു പോകുമ്പോൾ ശരിക്കും ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ ഈ എന്താണ് ഒരു നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പഴക്കം വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ ചതുർയുഗങ്ങൾ നമുക്കറിയാം. അത് കണക്കിലൊന്നും ഞാൻ പോകുന്നില്ല. എത്രയോ കോടി വർഷങ്ങളായിട്ടുള്ള ഒരു കർമ്മമാണ്. അപ്പൊ നമ്മുടെ ഒരു മനുഷ്യ ജന്മം എന്ന് പറയുന്നത് ശരിക്കും ഒരു 60-70 വയസ്സാണ് അല്ലേ? നമ്മൾ 70 വയസ്സല്ലേ ഉള്ളൂ. ഒരു എപ്പോഴും നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ജീവൻ വിട്ടുപോകും. അപ്പോൾ നിങ്ങൾ ആ ജീവന് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം നമ്മുടെ വരും. അപ്പോൾ ഒരു മനുഷ്യ ജന്മം എന്ന് പറയുമ്പോൾ ഈ പ്രകൃതിയുടെ ഉത്പത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണടച്ച് തുറക്കുന്ന ഒരു സമയമുള്ളതാണ് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഈ ജന്മം നിങ്ങളൊന്ന് കണ്ണടയ്ക്കുകയാണെങ്കിൽ, പക്ഷെ നമ്മൾ അടയ്ക്കില്ല. നമ്മൾ ഈ ഒരു ഭൗതികതയിൽ അതിപ്രസരത്തിൽ നമ്മളും ഇങ്ങനെ നമ്മളെല്ലാവരും ലോകം മുഴുവൻ ഇങ്ങനെ ഒരു എന്താ പറയാ ഇങ്ങനെ കടന്നു പോവുകയാണ്. അവന്റെ ജീവനെ ആ ശുദ്ധി ചെയ്യാതെ ഭൗതികമായ ഈ നശ്വരം അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഈ ശരീരത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ച് ജീവൻ വിട്ടുപോകുന്ന അവസ്ഥയാണ്. ഇവിടെയാണ് ഗുരു നിങ്ങൾ ഈ ജന്മം ആ ഒരു നിങ്ങൾ എത്രയോ ജന്മങ്ങളായിട്ട് നിങ്ങൾ കൊണ്ടുവന്ന ആ കർമ്മം നേരത്തെ പറഞ്ഞു നമുക്കത് കാണാൻ കഴിയുകയായിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ
ഈ വിഷമം നമുക്ക് എന്ത് തോന്നില്ല, ഒരു പ്രയാസം തോന്നില്ല. പക്ഷെ നിങ്ങൾ അതിനെ ഒന്ന് കണ്ണടച്ച് നിങ്ങളുടെ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് കൂടെ വരാൻ ആരുണ്ടാവും? ഗുരു ഉണ്ടാവും. മനസ്സിലായി? ഇപ്പോൾ അനുഭവിക്കുന്ന വേദനകളൊക്കെ അതൊക്കെ എൻ്റെ പൂർവ്വജന്മങ്ങളിൽ ഞാൻ ചെയ്തു പോയ കർമ്മത്തിൻ്റെ കെട്ടുകളെ ഗുരു അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് വേദന ഉണ്ടാവും. ആ ഒരു മുള്ള് അരച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നുണ്ടാവും ഒരു ഇതുമല്ല, ഒരു നീര് വന്ന് അവിടെ പഴുക്കും അല്ലേ? ആ മുള്ള അതിൻ്റെ അകത്തിരിക്കണം. അപ്പം എന്ത് ചെയ്യണം? ആ മുള്ളിനെടുക്കണം. എന്ത് ചെയ്യണം? വേറൊരു മുള്ള് വേണ്ട, എന്നെ കീറിയെടുക്കണ്ടേ അല്ലേ? അപ്പം അങ്ങനെ കീറിയെടുക്കാൻ നമുക്കൊരു കീറുന്നത് എന്തിനു വേണ്ടിയാണ്? ആ മുള്ളിനെ എടുക്കാൻ വേണ്ടിയാണ്. അപ്പം അതെടുത്തു കഴിഞ്ഞാൽ എല്ലാം ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമുണ്ടോ? അതുപോലെ നമ്മുടെ ജീവനും ഇതുപോലെ അനേക കാലങ്ങളായിട്ട് മുള്ളും നമുക്ക് മൊത്തം മുള്ളാണ് ശരീരത്തിൽ. അതൊക്കെ ഇങ്ങനെ നിൽക്കുക. അതിനെല്ലാം കീറി മുറിച്ച് ശുദ്ധി ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ ആത്മാവും ഗുരുപാദങ്ങളിൽ സമർപ്പിച്ച് നമ്മളവിടെ നിന്ന് കൊടുത്താൽ മതി. ഗുരുവിനെ ഇങ്ങനെ കീറി മുറിക്കാൻ. പക്ഷെ നമ്മളെന്ത് ചെയ്യില്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ആ പരിചയമില്ലായ്മ കൊണ്ടും പാരമ്പര്യത്തിൻ്റെ ആ ഒരു വാസന കൊണ്ടും നമ്മൾ പലപ്പോഴും നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോലും നമ്മൾ വഴിമാറുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക. അതാണ് ഗുരുവിൻ്റെ ശിഷ്യബോധി. അപ്പോൾ എന്തെല്ലാം വേദനകളും സഹിച്ചാലും ഗുരുവിൻ്റെതായി ഞാൻ ജീവിക്കുമെന്ന ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടാകും. അപ്പോൾ നമ്മുടെ ജീവൻ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് നമുക്കറിയാം നമ്മളെ ഗുരു എവിടെ കൊണ്ടുപോകും? ഗുരുവിൻ്റെ മടിയിലാണ് കൊണ്ടുവരുന്നത്. അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ എവിടെയാണ് ജനിക്കുന്നത്? ഗുരുവിൻ്റെ പരമ്പരയിലാണ്. ശരി. അപ്പോൾ നമുക്ക് ഈ ഇന്നോളം വന്ന ഈ വേദനകളും നമ്മുടെ കുടുംബത്തിൻ്റെ പ്രയാസങ്ങളും ഒക്കെ നമ്മൾ അനുഭവിച്ച് ഗുരുവിൽ മുറിക്കെ പിടിച്ച് എത്രയോ ആളുകൾ ഈ പരമ്പരയിൽ ചെയ്യുന്നു. എന്താണ് അവർക്ക്? എന്താണ് ഗുരു എന്നോട് പറയാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് സ്വാമി ഞങ്ങൾക്ക് അത് കിട്ടാത്തത്, ഇത് കിട്ടാത്തത്? നിങ്ങൾ എത്ര കാര്യം ഗുരുവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഗുരു തരാത്തത്? നമ്മുടെ ജീവന്റെ ആ വേദനയെ വേദനിപ്പിച്ച് ആ അവസാന നിമിഷം വരെ ഗുരുവിൻ്റെ ഒപ്പം നമ്മൾ ചേർന്ന് നിന്നാൽ നമുക്ക് നമ്മുടെ ഈ ജീവൻ ഈ ശരീരം വിട്ടു പോകുമ്പോൾ ഈ കർമ്മക്കെല്ലാം ഈ കർമ്മങ്ങളെല്ലാം അവിടെ നശിച്ച് അത് എന്ത് അസുഖമാവട്ടെ, ഏതെല്ലാം തരത്തിലുള്ള മരണമാവട്ടെ, സ്വാഭാവികമാവട്ടെ, അസ്വാഭാവിക ഏത് രീതിയിലുള്ള മരണമായാലും ഗുരുവിൻ്റെ ആ പ്രകാശത്തിലാണ് പോകുന്നത് അല്ലേ? അപ്പം നമ്മളപ്പോൾ എത്രയോ ചില വീടുകളിലൊക്കെ നമ്മുടെ വിശ്വാസികളൊക്കെ പ്രായം മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും വിശ്വാസികളാവണമെന്നില്ല. പക്ഷെ അവർ പല സ്ഥലത്തും പോയി നോക്കുമ്പോൾ എന്താ പറഞ്ഞത്? ആ ജീവന് വേണ്ടി ഒന്നും ചെയ്യണ്ട, ആ ജീവൻ പ്രകാശത്തിൽ ലയിച്ച് നിൽക്കുകയാണ്. ഒരു ആരാധനാ സ്വഭാവത്തിൽ പോലും അതിനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന് മനസ്സിലായില്ല. അപ്പം നമ്മുടെ ഗുരു എന്ന് പറയുന്നത് നമ്മൾ ഈ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറത്ത് നമ്മുടെ തലമുറകളെ വാർത്തെടുക്കാനാണ്. അതാണ് ഗുരു. നിങ്ങൾ ഈ ചെയ്യുന്ന അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മുടെ ഈ കാണുന്ന അച്ഛനമ്മമാർക്ക് കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം ആരാണ് അനുഭവിക്കുക? അവരുടെ മക്കളാണ്. മനസ്സിലായില്ല? നിങ്ങളെക്കൊണ്ട് ഞാൻ ഈ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയാണ്. മനസ്സിലായില്ല? അങ്ങനെയുള്ള ആ ഗുരുവിൻ്റെ ആ മക്കൾ ഈ കുടുംബങ്ങളിൽ നേരത്തെ പ്രകടനം നമ്മുടെ വീടുകളിൽ വന്ന് ജയിക്കണം. ആ പ്രകാശമുള്ള ആ ദൈവത്തിനെ അനുഭവിച്ചറിയുന്ന, ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുന്ന നമ്മുടെ കുട്ടികൾ ഈ പരമ്പരയിൽ വന്ന് ചെയ്യും, നമ്മുടെ വീട്ടിൽ വന്ന് ജീവിക്കണം. അതിനാണ് ഗുരു നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ എന്താ പറയുക, രാവിലെ തൊട്ട് വൈകിട്ട് വരെ കർമ്മം ചെയ്തു അല്ലെങ്കിൽ പണിയെടുത്ത് അതിൻ്റെ പണി ഒരു ജോലിക്കാരൻ പണിക്കാശ് വാങ്ങുന്ന പോലെയല്ല. നമുക്ക് എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടണം. ഞാൻ ആസ്മത്ത് കർമ്മം ചെയ്ത് പുണ്യം കിട്ടണം, അപ്പോൾ കിട്ടണമെന്നാണ്. കിട്ടിയൊരു വിഷമാണെന്ന് എന്താ പറയുക, ആസ്മത്ത് പോലും അയ്യോ ഭയങ്കര വിഷമാണല്ലോ, എന്താ ചെയ്യുക, നമ്മുടെ കർമ്മം നീ കൂടിപ്പോയോ. നമ്മുടെ ചിന്തകളാണ് ആസ്മത്ത് ഇതൊക്കെ ഇത്രയും ചെയ്തിട്ട് എനിക്ക് സന്തോഷമില്ല വരുന്നത്, എനിക്ക് എന്തുകൊണ്ട് വിഷമം വരുന്നത്, എന്താണ്? അതാണ് ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത്. അതാണ് മാർപ്പ എന്ന് പറയുന്ന
ആ ഗുരു തൻ്റെ ശിഷ്യനായ മിലരേവ എന്ന് പറയുന്ന ആ ശിഷ്യൻ ആശ്രമം വിട്ടു പോയ സമയത്ത് ഗുരുഭക്തിയുടെ വാക്കും കേട്ട് ആ ശിഷ്യൻ ഇറങ്ങി പോവുകയാണ്. ഗുരുവിൻ്റെ ആ ഒരു വത്സല ശിഷ്യനായിരുന്നു. പക്ഷെ ഗുരു ഒരിക്കലും ആ ശിഷ്യനെ സ്നേഹിക്കുന്നതായിട്ട് കാണിച്ചിട്ടില്ല. പക്ഷെ ശിഷ്യൻ പോയി കഴിഞ്ഞപ്പോൾ ഗുരുവിനുണ്ടായ വേദന. അപ്പോൾ ഗുരു എന്താണെന്ന് പറഞ്ഞതറിയും, വാക്കുകൾക്ക് അതീതമായി മനസ്സുകൊണ്ട് ഞാൻ അവൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നിനക്കറിയാമോ? കാരണം കേവലം വാക്കുകൾക്ക് അതീതമായി എൻ്റെ ഹൃദയം കൊണ്ട് എൻ്റെ മനസ്സുകൊണ്ട് അവൻ എത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നുണ്ട് നിനക്കറിയാമോ? ഞാൻ എന്തുകൊണ്ടാണ് അവനെ ആ ഒരു അംഗീകാരമോ അല്ലെങ്കിൽ അവനെ പ്രകടിപ്പിക്കാനെന്ന് വെച്ചാൽ അവൻ്റെ ഈ ജന്മത്തിൽ തന്നെ ഒരുപാട് നീച കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവൻ്റെ ജന്മാന്തരങ്ങൾ അവൻ ചെയ്തു പോയ കർമ്മത്തെ എൻ്റെ ആ ഒരു ഞാൻ പറയുന്ന ഒരു കാര്യം അവൻ അനുസരിക്കുമ്പോൾ, മനസ്സിലായില്ലേ, എൻ്റെ വാക്ക് അനുസരിക്കാൻ വേണ്ടി അവൻ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാകും. മനസ്സിലായില്ലേ? ഒരു ഗുരു തൻ്റെ ശിഷ്യനോട് ഒരു കർമ്മം ചെയ്യാൻ പറയുമ്പോൾ ആ കർമ്മം അതികഠിനമായൊരു കർമ്മമാണ് ചെയ്യുക. അതിലേക്ക് ഒരുപാട് പോകുന്നില്ല, ഒരു ബ്രീഫായിട്ട് ഞാൻ പറയണം. എന്താണ് ആ കർമ്മം ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന വേദനയും പ്രയാസവും കഷ്ടപ്പാടും ഒക്കെ സഹിച്ചുകൊണ്ട് അവൻ ചെയ്യുമ്പോൾ അവൻ ഗുരുവിൻ്റെ വാക്കാണ്, എൻ്റെ വാക്കനുസരിക്കാൻ വേണ്ടി അവൻ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു സന്തോഷം ഉണ്ടാകും. അല്ലെങ്കിൽ ആ സന്തോഷമാണ് അവൻ്റെ ജീവനും ജന്മാന്തരങ്ങളിലും ഈ ജന്മങ്ങളിൽ അവൻ ചെയ്തു പോയ ആ ദുഃഖത്തെ ഇല്ലാതാക്കുന്നത് എവിടെയാണ്? ഗുരുവിൻ്റെ സന്തോഷമുണ്ടാകും. അതാണ് ശിഷ്യൻ്റെ ആ ഒരു കർമ്മം കൊണ്ട് ഗുരുവിൻ്റെ ഹൃദയത്തിൽ ഒരു സന്തോഷം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് ശിഷ്യൻ്റെ ആത്മാവ് അല്ലെങ്കിൽ അവൻ്റെ ജീവന്റെ ശുദ്ധീകരണം നടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ കാണുന്ന അതാണ് ഗുരു നമ്മളെ പഠിക്കും. ഗുരു എന്ന നമ്മുടെ ഗുരുവിൻ്റെ വാക്ക് നമ്മൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരുപാട് വിഷമമുണ്ടാവും. പക്ഷെ ആ വിഷമം നമ്മൾ സഹിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഗുരുവിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാകും. അതെല്ലാവരും ഇപ്പോൾ ഹൃദയത്തിൽ ഓർത്തിരിക്കണം. നമ്മുടെ എല്ലാ വേദനകളും എല്ലാ പ്രയാസങ്ങളും എല്ലാ കഷ്ടപ്പാടുകളും ഗുരു കാണുന്നുണ്ട്. ഗുരു അറിയാതെ പ്രകൃതി ഒന്നും തന്നെ ഇല്ല. പക്ഷെ എന്നിട്ടാ ഗുരു എന്താണ് ഇടപെടാത്തത്? ആ വേദനയിലൂടെ അവൻ ആ നോവും തോറും അടുക്കും തോറും നോവും നൽകുക. നോവും തോറും നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കണം. ആ നോവിലും നമ്മൾ ഗുരുവിനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഗുരുവിൻ്റെ ഹൃദയത്തിൽ ഒരു സന്തോഷമുണ്ടാകും. അതാണ് നമ്മുടെ ജീവന്റെ ദുഃഖത്തെ അല്ലെങ്കിൽ ആ പ്രാരാബ്ധത്തെ ഇല്ലാതാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ കർമ്മമാണ് നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജന്മം, അത് സന്യാസിയായാലും ഗൃഹസ്ഥനായാലും ആരായാലും, ആ ജീവിതം കൊണ്ട് നമ്മുടെ ആ ജീവിതത്തിൻ്റെ സകലതും എന്തെല്ലാം വന്നു പോയാലും ഞാൻ എൻ്റെ ഗുരുവിനെ ഒരു കാലത്തും ഞാൻ കൈവിടില്ല. എൻ്റെ ജീവൻ്റെ ആ വേദനകൾ അല്ലെങ്കിൽ ആ നൊമ്പരങ്ങൾ, ആ ഒരു പ്രയാസങ്ങളൊക്കെ എൻ്റെ ഗുരു എന്നിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. അതാണ് ഗുരു ശിഷ്യപൂജ ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞത്. എന്താണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുക? ഇങ്ങനെ ഒരുപാട് വിഷമതകളും പ്രയാസങ്ങളും ഒരു പെയ്തു തീരാത്ത മഴ പോലെ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. ഒരു ദുഃഖം വരും, പിന്നെ വന്നു. എന്തുകൊണ്ടാണ് വരുന്നത്? അത് അവരുടെ ജീവനിൽ പുണ്യക്കുറവുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ സംഭവിച്ചുകൊണ്ട് വിഷമത്തിന്റെ കാരണം നമ്മുടെ ജീവനിൽ എന്തില്ല? പുണ്യമില്ല. ജീവന്റെ പുണ്യക്കുറവുകൊണ്ടാണ് സംഭവിക്കുന്നത്. പക്ഷെ നിങ്ങൾ അവരോട് പറയണം, അങ്ങനെ വേദനകൾ ഒന്നൊന്നായി നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മളും മനുഷ്യരായതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ഗുരുവേ ഞങ്ങളൊന്ന് രക്ഷിച്ചൂടെ, നിങ്ങൾ എത്ര കാലം ഇങ്ങനെ ചെയ്യുന്നു നമുക്ക് തോന്നും. കാരണം എന്താണ്? അതാണ് മനുഷ്യന്മാർ, നമ്മളെല്ലാവരും എങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു പരിഭവം വരും. പിന്നെ കുറച്ച് എന്താ പറയുക, നമ്മൾ കുറച്ച് പുറകോട്ട് മാറും. അത് മനുഷ്യ സഹജമാണ്. അങ്ങനെ വന്ന് അപ്പം അങ്ങനെ അവസാനം എന്താണ്, ഇങ്ങനെ മാറി പോകുന്ന ഒരു രംഗത്തിലേക്ക് വരുന്ന സമയത്ത് ഗുരു പറഞ്ഞത്, ശിവൻ കോപിച്ചാൽ ആര് രക്ഷിക്കാണ്ടോ? ഗുരു ഉണ്ടാകും. പക്ഷെ ഈ നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ സമസ്ത
ജഗദാധാര എന്ന് പറയുന്ന സർവമായ ഗുരു, ആ ഗുരുവിൽ നിന്ന് നമ്മൾ അകന്നു പോയാൽ പിന്നെ ആരെങ്കിലും നമ്മൾ രക്ഷിക്കേണ്ടത്. അപ്പം നമ്മളെ സംബന്ധിച്ച് അതാ ഗുരു പറഞ്ഞ കാര്യമാണ്. നമ്മൾ എന്ത് വില കൊടുത്തും എല്ലാ പ്രതിസന്ധിയിലും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കണം ആ പ്രതിസന്ധികൾ എന്താണ്. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ വീണ്ടും ഇങ്ങനെ ഓരോ വിഷയങ്ങൾ വരികയാണ്. ഒരിക്കൽ ഇതുപോലെ ഞങ്ങൾ പർണശാല സമർപ്പണത്തിൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു 15 ദിവസത്തെ. ഞങ്ങൾ ഓരോ ദിവസം ഓരോ വിഷയമാണ്. ഒരു ദിവസത്തെ വിഷയം ഇതാണ്, പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കാം. അപ്പോൾ അതിൻ്റെ ക്ലാസ് എടുക്കുന്ന ഒരു സാറുണ്ട്, നമ്മളെ വിശ്വാസിയാണ്. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഗുരുവേ എൻ്റെ ഇന്നത്തെ വിഷയം പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കാം, എനിക്ക് ക്ലാസ്സിൽ തരാം. എനിക്ക് ഒരുപാട് പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ പോകണം, ഒരു വർഷത്തോളം പല ആളുകളുടെ അടുത്ത് പോകണം, പബ്ലിക്കിൻ്റെ ഇടയിൽ പല സ്ഥലങ്ങളിൽ പോകണം. അപ്പോൾ ഒരുപാട് പ്രതിസന്ധികളെ നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് പോയപ്പോൾ ഗുരു പറഞ്ഞത് പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞത് പ്രതിസന്ധിയാണ് ഊർജ്ജം എന്നാണ്. മനസ്സിലായി? ലോകത്തിന് ഇന്ന് വരെ നമ്മൾ എവിടെ തെരഞ്ഞു നോക്കിയാലും കാണാത്ത ഒരു വാക്കാണ് ഗുരു പറഞ്ഞത്. നമ്മൾ ഏത് പുസ്തകം എടുത്താലും ആരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. നമ്മളെല്ലാവരും പ്രതിസന്ധി വരുമ്പോൾ അതെങ്ങനെ ഊർജ്ജമാകുന്നത്? കാരണം നമ്മൾ പ്രതിസന്ധിയിൽ നമ്മൾ ആകെ തകർന്നു പോകുന്ന ഒരു സമയമാണ്. ആ പ്രതിസന്ധികളെ നമുക്ക് ഊർജ്ജമാക്കാൻ നമുക്ക് കഴിയും. അതാണ് ഒരു പ്രതിസന്ധിയാണ് ഊർജ്ജം. സഹനോന്തര സമർപ്പണ സമയത്ത് നിങ്ങൾ പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ കുറച്ചുകൂടി കിഴക്കോട്ട് മാറി ഒരു സ്ഥലമുണ്ട്. അവിടെ ആ ഭാഗത്ത് എവിടെയാണ്, അവിടെ ഗുരുവിൻ്റെ ആശയവുമായി ഞങ്ങൾ ചെന്ന് ഇങ്ങനെ എല്ലാവരും അറിയിക്കുന്ന ഒരു സന്ദേശവാഹനം പോലെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് കുറേ ആളുകൾ ഞങ്ങളെ അവിടുന്ന് ഒരുപാട് വിഷമിപ്പിച്ച് ഒരുപാട് പ്രതിസന്ധി ഉണ്ടായി. ഞങ്ങൾ അവിടുന്ന് മാറിപ്പോയി, പോകേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഗുരുവിനോട് ഞങ്ങൾ ചെന്ന് പറഞ്ഞപ്പോൾ ഗുരു എന്താ പറഞ്ഞതാണ്, നിങ്ങൾക്ക് അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്ത കർമ്മം ഫലിച്ചു. മനസ്സിലായി? നിങ്ങൾ ചെയ്ത കർമ്മം ഫലിച്ചു നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചപ്പോൾ ഗുരു എന്താ പറഞ്ഞു, നിങ്ങൾക്കൊരു ദുഃഖം ഉണ്ടാവും. മനസ്സിലായി? അപ്പോൾ ഗുരു ഒരു നാളെ അവിടുന്ന് ആയിരക്കണക്കിന് ആളുകൾ ആ പ്രദേശത്ത് നിന്ന് വിശ്വാസികളായിട്ട് വരും. നിങ്ങൾ ആ പ്രതിസന്ധിയെ നിങ്ങളെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അന്തരീക്ഷത്തിൽ മാറ്റം ഉണ്ടായി. അതാണിപ്പോൾ വടകര ഏരിയയില്ല എത്ര വിശ്വാസികളാണ് ആ ഭാഗത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, അത് ഊർജമാക്കി മാറ്റണം. അതെൻ്റെ ഗുരുവിൻ്റെ ആ ഒരു വിശ്വാസത്തോടെ ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് ഒരുപാട് വേദനകളുണ്ട്, പ്രതിസന്ധി വരും. പക്ഷെ ആ പ്രതിസന്ധിയൊക്കെ ഗുരുവിൽ കൂടെ ഞാൻ മറികടക്കും. മനസ്സിലായി? അതാണ് ഒരു ആത്മവിശ്വാസം, ആത്മസമർപ്പണം നമുക്കുണ്ടാകും. ആ ഊർജമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞാൽ, അങ്ങനെ ഊർജമാക്കി മാറ്റിയവരാണ് ഇന്ന് ലോകത്ത് കാണുന്ന ക്രിസ്തു പരമ്പരയും പ്രവാചക പരമ്പരയും എല്ലാ പരമ്പരകളും. അവരുടെ ഹൃദയത്തിലേക്കും അവരുടെ ശരീരത്തിലേക്കും അവരുടെ എല്ലാത്തിലേക്കും എല്ലാം നശിപ്പിച്ചപ്പോഴും പച്ച മാംസത്തിൽ ആണി അടിച്ചപ്പോഴും ഒക്കെ അതിനെ ഒരിക്കലും യേശുക്രിസ്തു എന്താ പറഞ്ഞത്, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞില്ലേ. അപ്പോഴും എന്താ പറഞ്ഞത്, അതിനെ ഒരു ഊർജ്ജമാക്കി, അല്ലാതെ അതിനെ അവരെന്നെ അടിച്ചല്ലോ എന്നല്ല. ആ ശിഷ്യന്മാരും അങ്ങനെ പ്രവർത്തിച്ചു. അതാണ് പത്രോസും ഒക്കെ പറഞ്ഞത്. എന്താണ്, എൻ്റെ ഗുരുവിനെ കുരിശ് തറച്ച പോലെ എന്നെ കുരിശ് തറയ്ക്കരുത്, എൻ്റെ തല കീഴായി കുരിശ് തറയ്ക്കണം. മനസ്സിലായില്ല? അതിൻ്റെ യോഗ്യത പോലെ എനിക്കില്ല. ആ ആ ഗുരുവിനോടുള്ള സ്നേഹമാണ് ഇന്ന് ആ പ്രസ്ഥാനം, ഓരോ പരമ്പരയുടെ വളർച്ച. അതുപോലെ നമ്മുടെ ഈ വിശ്വാസത്തിൽ നമുക്ക് അങ്ങനെയൊന്നും അനുഭവിക്കേണ്ടതായിട്ടില്ല. കാരണം എന്താ, ആ വേദനകളെല്ലാം നമ്മൾ ഇന്ന് നവോദയ ജ്യോതി ദിനത്തിൻ്റെ വ്രതകാലം കടന്നു പോകുമ്പോൾ 72 സംവത്സരക്കാലത്തെ ഗുരുവിൻ്റെ ത്യാഗ ജീവിതത്തിലൂടെ സകലതും ഗുരു കടന്നുപോയി. എന്നിട്ട് ഈ ലോകം മൊത്തം നമ്മൾ ആക്രമിക്കാൻ വരുന്ന എല്ലാ ആക്രമണവും ഗുരു ഏറ്റ സ്വന്തം ശരീരം കൊണ്ട് അനുഭവിച്ചു. എന്നിട്ട് നമുക്കൊരു ഗുരുസ്ഥാനം എന്ന് പറയുന്ന ഈ പരമ്പര എക്കാലത്ത് നയിക്കാൻ ഒരു ഗുരു ഉണ്ടാകും എന്ന ഗുരുവിൻ്റെ ആ വാക്ക് നമുക്ക് ദാനം അങ്ങനെയല്ല, ദാനമല്ല, നമുക്ക് ഗുരുവിൻ്റെ ആ ഒരു സ്നേഹമായിട്ട്
ഗുരു നമുക്ക് തന്നിട്ട് ഗുരു ഇങ്ങനെ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗുരുസ്ഥാനത്തിലൂടെ ഞാൻ തന്നെ ഭരിക്കും, എക്കാലത്തും ഞാൻ ഭരിക്കുന്നു. ഗുരു ഒരിക്കലും നമ്മളെ വിട്ടുപോയിട്ടില്ല. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ആ വിശ്വാസം നമ്മളിൽ ഉണ്ടാകണം. ഗുരു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പൗർണമി സത്സംഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഒരു തീർപ്പ് നമ്മൾ എടുക്കണം. നമ്മുടെ ഈ ജീവിതം കൊണ്ട് എൻ്റെ ഗുരുവിനും പ്രസ്ഥാനത്തിനും വേണ്ടി ഞാൻ ജീവിക്കും. നമ്മുടെ പ്രാർത്ഥനയിലെ നമ്മുടെ ഓരോ വിശ്വാസങ്ങളുടെയും ആ ഒരു ഹൃദയത്തിൻ്റെ നോവായിട്ട് നമുക്കത് സമർപ്പിക്കണം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കർമ്മം അതാണ്. ആ പ്രാർത്ഥനയിലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗുരുവിനെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഈ നാടിൻ്റെ സമർപ്പണമായിട്ട് തീർക്കണം. അതിലുള്ള ഓരോ കടന്നു പോകുന്ന വഴികളിൽ ഒന്നും നമ്മളെ ആരും താലോലിക്കാനോ അല്ലെങ്കിൽ പൂ വിതറിയ വഴിയൊന്നുമില്ല. ആ മുള്ളുകൾ വിതറിയ വഴികളിലൂടെയായിരിക്കും നമ്മൾ നടന്നു പോകേണ്ടത്. അങ്ങനെ നടന്നു പോകുമ്പോഴും നമ്മുടെ കാലിൽ നിന്നും രക്തം ചോർന്നു പോകുമ്പോഴും നമ്മൾ ഗുരുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ ഗുരുവിന് വേണ്ടി ഞാനിത് സമർപ്പിക്കുമെന്ന് ആത്മാവിൻ്റെ ഒരു നോവായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ നമുക്ക് കഴിയണം. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഈ ഒരു അവസരത്തിൽ, ഈ ഒരു നിമിഷത്തിൽ ഇനി ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. നമുക്കിങ്ങനെ ഒത്തുകൂടാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു ഗുരുവിനോടൊപ്പം നമുക്കിങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞതാണ് നമ്മുടെ ഭാഗ്യം. ഈ വാക്കുകൾ ഒന്നുമല്ല, അതിനപ്പുറത്തേക്ക് ഗുരുവിനോടൊപ്പം നമുക്ക് ചേർന്നിരുന്ന് നമുക്കിങ്ങനെ ഒത്തുചേരാൻ കഴിയുന്ന ആ ഒരു നിമിഷത്തിൽ ഗുരുവിൻ്റെ മഹാകാരുണ്യത്തിന് മുന്നിൽ നമസ്കരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ മുടിപാതകൾ സമർപ്പിക്കുന്നു. സന്ദേശം